വാ, ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. കയ്യിന്ന് വിട്. ഇതാണ് എന്റെ മുത്തച്ഛൻ. അയ്യോ, ഇങ്ങോട്ട് വാ. ഇതാണ് എന്റെ മുത്തച്ഛൻ. ഏത് ഈ പുള്ളിയാണ്. എടാ, പഞ്ഞിക്കുരുവിന് ഉണ്ടായവനെ ഇങ്ങോട്ട് വാ. ഇതാണ് നമ്മുടെ മുത്തച്ഛൻ. ആ, ഇതാണ് മുത്തച്ഛൻ. കണ്ടാ, മുടിയൊക്കെ നരച്ചിരിക്കുന്നു, തൊലിയൊക്കെ തുളുങ്ങിയിരിക്കണം. കണ്ടാ, സംശയം കറക്റ്റല്ലേ? ആ ശരിയാ. ആ, അതാ പറഞ്ഞത്. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നേ? നിങ്ങളല്ലേ പറഞ്ഞ ഞാൻ വീട്ടിൽ ചെന്ന് പ്രായമായെങ്കിലും വിളിച്ചോണ്ട് വന്നത്? മുത്തച്ഛ, ഈ 25-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ആർക്ക്? ഭരണി മൊത്തം കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. ആ, കംപ്ലൈന്റ് ആകും. ചീഞ്ഞ നാരങ്ങയൊക്കെ ഇട്ടാ ഭരണി കംപ്ലൈന്റ് ആകും, അറിയാവോ? ഞാൻ ഭരണിയുടെ കാര്യമല്ല പറഞ്ഞ, എന്റെ നാള് ഭരണിയുടെ കാര്യ കേട്ടോ. ഇത് മുത്തച്ഛൻ. ഇത്ര വയസ്സായിട്ട് മരിച്ചിട്ടില്ല. ഇതാണ് പറയണേ, ദുഷ്ടന്മാരെ പന പോലെ ദൈവം വളർത്തുന്നു. കേട്ടോ മക്കളെ, ഞാൻ കൊറേ ഓണം ഞാൻ ഉണ്ടതാ. നന്നായിട്ട് ഓണം കൊറേ ഉണ്ടതാ. എന്റെ ഭാര്യയുടെ മരണം ഞാൻ കണ്ടതാ. അയ്യോ, എന്റെ ചെറുമക്കൾ രണ്ടുപേര് മരിച്ചു, അത് ഞാൻ കണ്ടു. എന്റെ മൂത്ത മോൻ മരിച്ചു, അത് ഞാൻ കണ്ട. ഇനി ഇവന്റെ മരണവും എന്നായി പറയണേ? നിന്റെ കല്യാണം കൂടെ കണ്ടിട്ട് വേണം ഇനി കണ്ണട വെക്കാൻ. അപ്പൊ ഇതെന്നാ തലേക്കെട്ടാണ് കിട്ടിയേ? അല്ലെന്ന കണ്ണടക്കാൻ ആണോ? പിന്നെ പറഞ്ഞു കേട്ടല്ലോ, 25-ാം തീയതി വരെ ഉള്ളു ടൈം. അത് കഴിഞ്ഞ് കൂടെ പോകും. ശരിക്കും പറഞ്ഞോണ്ടല്ലോ മക്കളെ, എനിക്ക് ഈ ഇവിടെ നിന്ന് വന്ന് പെണ്ണ് കാണേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞ പേര് കേട്ട തറവാട്. ആന ഉണ്ടായിരുന്നു ഇവര് ചെറുപ്പത്തിൽ. അയ്യോ, പറയാൻ വിട്ടു. ഇവിടെ ജാടയാണെന്ന് പുള്ളിക്കാരത്തി വിചാരിച്ചെങ്കിലും ഓർത്തിട്ടാണ് ഞാൻ പറയായിരുന്നേ. പിന്നെ ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് വന്ന വഴി ആനയുടെ കാരണം കുറ്റിക്കൂടെ ഒറ്റയാക്കി. അതെന്തിനാ? മുതലാളിയാണല്ലോ. ആന ഇങ്ങനെ ചെവിയും കൊണ്ട് ഇങ്ങനെ മുഖം തിരുമ്മിക്കൊണ്ട് അങ്ങ് പോകും. ചെവി കൊണ്ടോ? കൈ കൊണ്ട് തിരുമാൻ പറ്റുമല്ലോ. ആനയ്ക്ക് ഇങ്ങനെ ചെവിയൊക്കെ തിരുമാൻ പറ്റും. ആന അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ നേരെ ടെറസിന്റെ മേളിൽ കയറും. 3 നില കെട്ടറ, ലിഫ്റ്റ് ഉണ്ട്. മേളിൽ നിന്ന് ഞാൻ ടാർസം വീണ ഒരു കുട്ടിക്കരണം പറഞ്ഞ ആനയുടെ പുറത്തേക്ക് വീണിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ തുമ്പിക്കൈക്കടെ ഊർന്ന് വന്ന് ആടി വാലെ പിടിച്ചിട്ട് 3 രോമം പറിച്ച് ഗേറ്റിന്റെ അപ്പുറം ഇങ്ങനെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കും. അത്രയ്ക്ക് സെറ്റപ്പ് പറഞ്ഞു ഞാൻ. അല്ല, ഈ ആന ഇപ്പോഴും ഉണ്ടോ ചേട്ടാ? ആനയുണ്ടല്ലോ, ആന ഇപ്പോഴും. ഇവന്റെ കളി കൂടിയപ്പോ ഞാൻ ആ ബാറ്റിൽ അങ്ങ് ഊരി വെച്ചു. ഇങ്ങനെ നിൽക്കുവാ. നാറ്റം കിടത്തല്ലേ? കാര്യമല്ലടാ പറഞ്ഞേ. ഞാൻ വല്ലതും വിളിച്ചാൻ പറയൂട്ടോ. അതെ, പെണ്ണ് തൊട്ടടുത്ത് നിപ്പുണ്ട്. പെണ്ണ് തൊട്ടടുത്ത് നിപ്പുണ്ട്. പറ. ഉപ്പുണ്ടോ? തൊട്ടടുത്ത് നിൽക്കുക. പഴയ ഭാഷന, പഴയ ഭാഷ. അതെ, പഴയ ഭാഷ. പെണ്ണുങ്ങളെ കൂട്ടുള്ള ഭാഷനല്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. അയ്യോ, താടിയുണ്ടല്ലോടാ. താടിയോ? അതല്ലെന്ന് ഇയാൾ എന്നെ കാണിക്കണത്. പെണ്ണ് എവിടെ നിക്കണെന്ന് പറഞ്ഞത്? പെണ്ണ് തൊട്ടടുത്ത് നിൽക്കുമല്ലേ? അതെ, നീ വന്നേ, ഒരു കാര്യം ഞാൻ പറയാം. മോൾ എന്തറിഞ്ഞിട്ടാ അവനെ കെട്ടാൻ നടക്കണേ? എന്നാ മെനകെട്ട സ്വഭാവം എന്നറിയോ അവന്റെ സ്വഭാവം. അവൻ വീട്ടിൽ വൈകുന്നേരം കണ്ണു കുടിച്ചിട്ട് വന്നാല് ചട്ടിയും കാലും എറിഞ്ഞു പൊട്ടിയില്ല അവന്റെ പണി. ഹോബി അത് മാത്രമാണോ? TV തല്ലി പൊട്ടിയില്ല അവനാണ് കെട്ടാൻ. ഇനി സമയമുണ്ടോ നോക്കൊന്ന് ആലോചിച്ചിട്ട് മതി. എടാ പെരുങ്കളവൻ കാല, ഞാനിന്ന് കൊല്ലും. ഞാൻ നാരായണ 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 നാരായണ, നീ പോയെ. വേണ്ട, ഇനി എനിക്ക് ഇങ്ങനെ ഒരു മുത്തച്ഛനില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇനി ഒന്നും ഞാൻ പറയട്ടെ. പോകല്ല, ഞാൻ പറഞ്ഞ കേക്ക്. ഞാൻ പോകല്ല, ഞാൻ പറഞ്ഞ എന്നാ നീ മനസ്സിലാക്ക്. എടാ, എനിക്ക് അവളെ കണ്ടപ്പോ ഒന്നും നീ ഇഷ്ടപ്പെട്ടില്ല. ഈ മത്തങ്ങയ്ക്ക് കണ്ണു മൂക്കും വരച്ചു വെച്ചുള്ള ഒരു പെണ്ണ്, അത് ഇഷ്ടപ്പെടുമോ? നീ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നാൽ നിന്റെ ആപ്പാടെ പ്രശ്നമാവും. അത് മാത്രമാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവള് TV-യിലൊക്കെ ഉള്ള നിനക്കൊരു ചായ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അവൾ എടുത്തു തരുമോ? എന്റെ കൈ നാരായണ, ഈ കണ്ണൊന്നും കണ്ടുകൂടാത്ത കിളവന്മാരെയൊക്കെയാണ് ഇവിടെ പിടിച്ചോണ്ട് വരുന്നത് പെണ്ണ് കാണാൻ. കിളവെന്ന് വിളിച്ചാൽ അടിച്ചതിന്റെ കാരണം ഞാൻ അടിച്ചാൽ ഓടിക്കും. നിനക്ക് അതിന്റെ സ്വഭാവം അറിയാം. ഓർക്കസക്കാരത്. ഓർഡറിന് വേണ്ടിയാണ് ജീപ്പ് ഡ്രൈവറെ അടിക്കും ഞാൻ. സോറി, ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോണ്ടിരാം. വന്നിങ്ങോട്ട്. ഇവിടെ ക്രൂരന്മാരുള്ള വൃദ്ധസദനം എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല ചേട്ടാ, എനിക്കറിയില്ല. ഇല്ലല്ലേ? വലിയ കുട്ടിച്ചാക്ക് കിട്ടുമോ? എന്തിനാ ചാക്ക്? കെട്ടിട്ട് പാലത്തിന്റെ അടിയിലേക്ക് താഴത്തേക്ക് തട്ടാനാ. അയ്യോ, എന്നെ കളയാൻ കൊണ്ടുപോകണം. ഇല്ലടാ, ഞാൻ നിന്നെ ഊഞ്ഞാലയിലിരുത്തി ആട്ടാം. അയ്യോ, എന്നെ കളയില്ലടാ. കാലന് പോലും കണ്ടു തെറ്റും. അതെങ്ങനെയാ? കാലം വരുമ്പോ കൂളിംഗ് ഗ്ലാസ് വെക്കും, വേറെ ആരെങ്കിലും കാലം തെറ്റിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അടുത്ത പെർഫോമർ ഒരു വെറൈറ്റി പെർഫോമറാണ്. എപ്പോഴും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ വരുന്ന വെറൈറ്റി പെർഫോമേഴ്സ് ആണ്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു പക്ഷേ നമ്മൾ
ഒരു കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളാണ്. കാൽക്കുലേറ്ററിനെക്കാളും വേഗത്തിൽ, കമ്പ്യൂട്ടറിനെക്കാളും വേഗത്തിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വേഗത്തിൽ കണക്കുകൂട്ടുന്ന ഒരാളാണ് ഇന്ന് വേദിയിൽ എത്തിച്ചേരാൻ പോകുന്നത്. വിവേക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവേക്. ഒരുപാട് സന്തോഷം. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക്. വിവേക് ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ ശരിക്കും കണക്ക് അറിയാവുന്നവരല്ലെങ്കിൽ വിവേകിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഈ ഒരു ലെവലില് ശരിക്കും വിവേക് വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും പേടിയാ. എന്നോട് കണക്ക് കൂട്ടാൻ എന്നോട് പറയോ? എനിക്ക് നോർമലി ഉള്ള സ്പീഡിൽ പോലും പെട്ടെന്ന് കിട്ടാറില്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും വീക്ക് മാത്സിനായിരുന്നു. അപ്പോൾ ഈ മാത്സിൽ ഭയങ്കര സ്കോർ ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, അതായത് പ്രത്യേകിച്ച് അധികം ഹോംവർക്ക് ഒന്നും ചെയ്യാതെ നമ്മൾ ഒരുപാട് ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫോമുലയൊക്കെ നമ്മൾ ഇത് ചെയ്യുക, ക്രാക്ക് ചെയ്യുക. പക്ഷേ അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും അപ്പോഴൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ ശകുന്തള ദേവിയെക്കുറിച്ചും കമ്പ്യൂട്ടറിനേക്കാൾ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലേഡീനെ കുറിച്ചും. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു വ്യക്തിനെ, ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കാണാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. അതുപോലെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. പിന്നെ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ള അവാർഡുകൾ? ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏഷ്യൻ റെക്കോർഡുണ്ട്. വാ, എല്ലാവരും ചേർന്ന് വലിയൊരു കൈയടി. വിവേക്, ഇന്ന് എന്ത് തരം പെർഫോമൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത്, എനിക്ക് റെക്കോർഡ് കിട്ടിയ ഐറ്റം തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫാസ്റ്റസ്റ്റ് കണ്ടിന്യൂസ് അഡീഷൻ എന്നാണ് ആ റെക്കോർഡ് അറ്റംപ്റ്റിന്റെ പേര്. ഓക്കെ, ഞാൻ നിങ്ങൾ പറയുന്ന ഏത് സംഖ്യയും തുടർച്ചയായിട്ട് ആ സംഖ്യയുടെ കൂടെ തന്നെ വീണ്ടും വീണ്ടും കൂട്ടാൻ പോവുകയാണ്. ഓക്കെ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ആ സംഖ്യനെ ഒരു 8 ഡിജിറ്റ് നമ്പർ വരെയാക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും ഓഡിയൻസിന്റെ ഒരു ഇത് വേണ്ടി അപ്പൊ പേന പേപ്പറും ബോർഡൊന്നും ഇല്ല, ഒന്നും വേണ്ട. ഇനി വിവേകിന് ഈ സ്റ്റേജ് വിട്ടുകൊടുക്കുകയാണ്. ഇനി നമ്മുടെ ആരെങ്കിലും സഹായം വേണോ ഇതിന്? ഇവിടെ നിന്നാൽ സൗകര്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കാം. ശ്രദ്ധ അവിടെ ഇരിക്കാമോ അതോ ഇവിടെ നിൽക്കണോ? നിന്നാലും കുഴപ്പമില്ല, നിന്നോ. ഓക്കെ, ശരി. ഓക്കെ, ബാക്കിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ ഫോക്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഈ കാൽക്കുലേറ്റർ നോക്കി ഞാൻ പറയുന്ന ആൻസേഴ്സ് ശരിയാണോ എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നോക്കി ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ വാളിൽ വരും അല്ലേ കാൽക്കുലേറ്റർ വരും. ഓക്കെ, അപ്പോൾ വീഡിയോ വാളിൽ കാൽക്കുലേറ്റർ വരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇദ്ദേഹം പറയുന്ന ആൻസർ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാമോ? പറയും. പറഞ്ഞു 99. ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ തന്നെ പറഞ്ഞു. ഓക്കെ, സോ 99 ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. യു ക്യാൻ ചെക്ക് ദ ആൻസേഴ്സ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, സ്റ്റാർട്ട്. 198, 396, 792, 1584, 3168, 6336, 12672, 25344, 50688, 101376, 202752, 405504, 811008, 16220016, 324432, 6488064, 1297161, 12976, 128. വിവേക്, അടിപൊളി. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റി. ഞാൻ പതുക്കെയാണ് പറഞ്ഞത്. ഇനി ഞാൻ ഈ കാൽക്കുലേഷൻ എനിക്കാവുന്നത്രയും മാക്സിമം സ്പീഡിൽ ചെയ്ത് കാണിക്കാം. കാൽക്കുലേറ്റർ കൂടെ എത്തുമെന്ന് നമുക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 99 തന്നെയല്ലേ? അല്ല, അവർക്ക് ഇഷ്ടമുള്ള വേറെ നമ്പർ. ഓക്കെ ഓക്കെ, ഫൈൻ. 68 പറഞ്ഞു. 68. ഓക്കെ, തിങ്ക് ചെയ്തോ. ഓക്കെ, റെഡി Start. 136, 235, 44, 108, 216, 435, 8704, 17403, 4816, 693, 139, 272, 852, 855, 55, 1114, 112. 1114, 112. 1114, 112. കാൽക്കുലേറ്റർ ഒക്കെ ചമ്മി. എന്താ പറയാ സാർ, എനിക്ക് ഒന്നും പറയാനില്ല. എനിക്കത് വായിക്കാൻ പോലും പറ്റില്ല. റീഡ് ചെയ്യാൻ ആ ലാസ്റ്റ് ഡിജിറ്റ് പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റിയത്. ഒരുമിച്ച് സുല്ലിടാ, അത്രേ ഉള്ളൂ. സുല്ലിട്ടോ. ഇല്ല, ആള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും എന്താ
ലൈക്ക് ഹി സോ കോൺസെൻട്രേറ്റ് ഇൻ ടു ഇറ്റ്. അപ്പം അവിടെ നോക്കണം അവിടെ എനിക്ക് ആ നമ്പേഴ്സ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താ ആളെവിടെയോ എത്തി, കാൽക്കുലേറ്റർ അപ്പുറം എത്തിയിട്ടില്ല. സോ ഞാനും പറഞ്ഞ പോലെ അത് വായിച്ചിങ്ങനെ നോക്കായിരുന്നു. പിന്നെ ഇറ്റ്സ് ലൈക്ക് കാര്യമില്ല, എന്താ വെച്ചാൽ ആളെവിടെയോ എത്തി. സോ ലാസ്റ്റ് നമ്പർ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. എവിടെയോ പറഞ്ഞ പോലെ ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു എന്ന് പറഞ്ഞ പോലെ അത് വീണ്ടും ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ഏതെങ്കിലും ഇതിപ്പോ പിന്നെ കണ്ടിന്യൂസ് അഡീഷൻ ആണ് ചെയ്തത്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മൾ സ്കൂളിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപ്പട്ടിക നമ്മൾ പഠിക്കാറുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ എത്ര വരെയുള്ള ഗുണനപ്പട്ടിക പഠിക്കാറുള്ളത്? 12. ചിലപ്പോ 15 ഒന്നും പഠിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ കാലമായപ്പോഴത്തേക്ക് ഓരോ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു 13ന്റെ ഒക്കെ ഗുണന പട്ടിക അമ്മയച്ഛനൊക്കെ കാണാതെ പറയും. പക്ഷെ നമ്മുടെ കാലമായപ്പോഴത്തേക്ക് 12 ആക്കി. ഇപ്പൊ 10 വരെ അല്ലേ ആക്കി? ഇപ്പൊ 10 വരെ പഠിക്കാം. എനിക്ക് ഏകദേശം 1 ലക്ഷത്തോളം സംഖ്യകളുടെ ഗുണനപ്പട്ടിക പറയാൻ പറ്റും. 1 ലക്ഷത്തോളം സംഖ്യകളുടെ? ആഹാ, അത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക അത്? ഓക്കെ, ഞാനൊരു 5 സെലിബ്രിറ്റി ഗസ്റ്റിനൊക്കെ തന്നെ ഒരു ചോദ്യം ചോദിച്ചേ. മാഡം ഇഷ്ടമുള്ള ഒരു 3 ഡിജിറ്റ് നമ്പർ, ഒരു 3 അക്ക സംഖ്യ എന്നോട് പറയാമോ? ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 5 അല്ലേ, ഭയങ്കര ഈസി. 486. 486. വിവേക് തിങ്ക്. 486. ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ്. ഞാൻ കണ്ണു അടച്ചുകൊണ്ട് കൗണ്ട് ചെയ്യാൻ പോവാണ്. റെഡിയാണോ? റെഡിയാണ്. 1 486 2 972 3 1458 4 1944 5 2430 6 2916 7 3402 8 3888 9 4374 10. 4860. കറക്റ്റ് ആയിരുന്നോ? അതെ അതെ, പക്ഷെ ആളെക്കാട്ടും ലൈക്ക് യു ഹാഡ് ടു കോൺസെൻട്രേറ്റ് എ ബിറ്റ് മോർ. അതായിരുന്നു ഞാൻ ചമ്മിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് എന്ന് വെച്ചാൽ എണ്ണാൻ പോലും, ഇദ്ദേഹം പറയുന്ന ആ ഇതിനിടയ്ക്ക് എണ്ണാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കിയ സമയത്ത് എൻ്റെ എണ്ണം തെറ്റിപ്പോയി. അപ്പോൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഹാറ്റ്സ് ഓഫ് ടു യു. പൊളിച്ചു. ഇനി ഒരുപാട് അവാർഡുകളൊക്കെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരാണ് ഏറ്റവും സപ്പോർട്ട് തരുന്ന ആള്? അച്ഛനാണ്. അച്ഛൻ കണക്കില് മലയാളം ആണ്, അധ്യാപകനായിരുന്നു. അത് ശരി, പ്രിൻസിപ്പളായിരുന്നു. അച്ഛൻ റിട്ടയർ ആയി. ഓക്കെ. അച്ഛൻ കണക്കില് കൂടുതൽ സപ്പോർട്ട് ചെയ്തൊക്കെ അച്ഛൻ ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു കാൽക്കുലേറ്റർ എനിക്ക് തന്നായിരുന്നു. അത് ശരി. അവിടെ നിന്നാണ് ഞാൻ ഈ പ്രാക്ടീസ് തുടങ്ങിയത്. അത് ശരി. പക്ഷെ അന്ന് അച്ഛൻ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോൾ മകൻ കാൽക്കുലേറ്ററിനെക്കാളും മുകളിലെത്തി. ഒരുപാട് സന്തോഷം. അച്ഛനെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. നമ്മുടെ ഈ ഒരു ഷോയ്ക്ക് ഒരുപാട് കുട്ടികളുണ്ട് വ്യൂവേഴ്സ് ആയിട്ട്. അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ആക്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും. നാളെ മുതൽ മേ ബി മാത്സ് കൂടുതൽ പഠിക്കാൻ, മാത്സിൽ മാർക്ക് കുറവുള്ളവർക്ക് ഇതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് മാറും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സാർ ഇതുപോലത്തെ ഇതായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ വരണം. ഒരുപാട് കുട്ടികളും വലിയ ആളുകളും എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അതെ, ഇത്രയും മെനക്കെട്ട പരിപാടി ഒക്കെ എന്ന് വെച്ചാൽ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഷോ ചെയ്യാനായിട്ട് ഇത്രയും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മെനക്കെടില്ല കേട്ടോ.